കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. ഇതേ സ്ഥാനാർത്ഥി ER പ്രദീപ് 2016 അവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ കിട്ടിയതിനേക്കാളും വോട്ടും ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ അതേ പ്രദീപ് നേടുന്നു. തൊട്ടു മുന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് സമ്പാദിക്കാൻ ഇത്തവണ LDFന് കഴിയുന്നു. പിടിച്ചെടുക്കാൻ നിങ്ങൾ നിയോഗിച്ച സ്ഥാനാർത്ഥി, തൊട്ടു മുന്നിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പുറകോട്ട് പോകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് പോലും സ്വന്തമാക്കാൻ ആ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല. ആരുടെ വിജയം? അതല്ലേ കാണേണ്ടത്? കേരളത്തിലെ ജനങ്ങൾ LDFനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ചേലക്കരയിൽ ചേലുള്ള വിജയം എന്ന് നാട് ഒന്നിച്ചു പറയുന്നത്. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇത് കൂടുതൽ ഉത്തരവാദിത്വം നമ്മളിൽ ഏൽപ്പിക്കുന്നുവെന്ന് നാം കാണണം. നമ്മുടെ നാടിൻ്റെ ഇനിയുള്ള മുന്നോട്ട് പോക്ക്, ആ മുന്നോട്ട് പോക്കെന്ന് പറയുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഇന്നുള്ളിടത്ത് നിൽക്കലല്ല. 2016 നിന്ന് 8.5 വർഷം പിന്നിട്ട നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോൾ നേടിയിട്ടുണ്ട്. ആ നേട്ടങ്ങളിൽ അഭിരമിച്ച് നിൽക്കലല്ല, ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതിന് നാം നമ്മുടെ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണം. അതിൻ്റെ ഭാഗമായി ഒരുപാട് മേഖലകൾ വലിയ തോതിൽ വികസിച്ച് വരേണ്ടതായിട്ടുണ്ട്. നമുക്കിനിയും സംസാരിക്കാമെന്നുള്ളത് കൊണ്ട് അതിൻ്റെയൊന്നും മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. ആ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ നാടിനെ വലിയ തോതിൽ മാറ്റി തീർക്കാൻ കഴിയണം. വിജ്ഞാന സമൂഹത്തിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന മാറ്റം അതായിരിക്കും. ഇന്നത്തെ കേരളം ലോകത്തിലെ വിവിധ ശാഖകളിൽ നേടിയ വിജ്ഞാനങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് ആ വിജ്ഞാനങ്ങളാകെ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുക. നമ്മൾ ഒന്നിൻ്റെയും ആരുടെയും പുറകിലല്ലാത്ത അവസ്ഥയിലേക്ക് നാടിനെ എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഉജ്ജ്വലമായ സ്മരണ നമുക്ക് തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശവും കരുത്തും പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിവാദ്യങ്ങൾ. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിന അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചേലക്കരയിലെ വിജയം ചേലത്തെ വിജയമാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു കൂട്ടുകെട്ടിനും LDF പോയിട്ടില്ലെന്നും കിട്ടിയ വോട്ടിന്റെ പേരിൽ BJPയിൽ ഇപ്പോൾ തന്നെ അടി തുടങ്ങിയിട്ടുണ്ടെന്നും മഴവിൽ സഖ്യമുണ്ടായിട്ടും LDF കൂടുതൽ വോട്ട് നേടിയെന്നും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്.